എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തൃശ്ശൂർ സൈഡിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ചാലക്കുടി കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ വളരെ ബ്ലോക്ക് ഉള്ളതാണ്. മുരുങ്ങൂര് അതുപോലെ തന്നെ കൊരട്ടി ചിറങ്ങര സൈഡിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ തൃശ്ശൂർ സൈഡിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ചാലക്കുടി എത്തുന്നതിന് മുന്നേ നമുക്കൊരു ഷോർട്ട് കട്ട് എടുത്ത് നമുക്ക് അങ്കമാലി സൈഡിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഇന്ന് ആ വഴിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം പോട്ട സിഗ്നലായി. സിഗ്നലിൽ നിന്ന് നമുക്ക് ഈ ലെഫ്റ്റ് തിരിഞ്ഞ് പോവാം, അല്ലാതെ തന്നെ നമുക്ക് അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോകുന്ന വഴിയുമുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ വഴി കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഈ പോട്ട സിഗ്നൽ കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു പമ്പ് കാണാം, HP പമ്പ്. ഈ പമ്പ് കഴിഞ്ഞ് അല്പം കൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് സർവീസ് റോഡ് എടുക്കാം. ഈ സർവീസ് റോഡ് എടുത്തിട്ട് നമ്മൾ സർവീസ് റോഡ് നേരെ തന്നെ പോവുക. സർവീസ് റോഡ് നമ്മൾ അല്പം മുന്നോട്ട് ചെല്ലുമ്പോൾ ഇതുപോലെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട് വഴി. റൈറ്റ് പോകുന്നത് മാള സൈഡിലേക്ക് പോകുന്ന വഴിയാണ്. ലെഫ്റ്റ് ട്രാംവേ ലൈനാണ്. ട്രാംവേ റോഡിലേക്ക് നമുക്ക് ആനമല ജംഗ്ഷനിലേക്കൊക്കെ പോകാനുള്ള വഴിയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയേണ്ട ആവശ്യമില്ല, നേരെ തന്നെ പോവാം. ഇതാണ് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ സിവിൽ സ്റ്റേഷൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം ഇത് ഏതാണ് വഴി എന്നുള്ളത്. സിവിൽ സ്റ്റേഷനൊക്കെ കാണുമ്പോൾ വഴി തെറ്റില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായതുകൊണ്ട് നമുക്ക് നേരെ തന്നെ പോവാം. അങ്ങനെ നമ്മൾ അല്പം മുന്നോട്ട് കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ലെഫ്റ്റിന് തിരിയാം, സ്ട്രെയിറ്റ് പോകാം. സ്ട്രെയിറ്റ് പോകുന്നത് KSRTC സ്റ്റാൻഡിലേക്ക് പോകുന്നതാണ്. നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത്. നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു. അങ്ങനെ നമ്മൾ ഏകദേശം ചാലക്കുടിയുടെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. റൈറ്റ് പോകുന്നത് KSRTC സ്റ്റാൻഡ്, അതുപോലെ തന്നെ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് നമുക്ക് തിരിയാം. ലെഫ്റ്റ് പോകുന്നത് ആനമല, അതുപോലെ അതിരപ്പള്ളിക്കൊക്കെ പോകാൻ പറ്റുന്ന റൂട്ടാണ്. പക്ഷെ നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത്. നമുക്ക് മാർക്കറ്റ് റോഡ് വഴിയാണ് കയറി പോകേണ്ടത്. അങ്ങനെ നമ്മൾ ഏകദേശം മാർക്കറ്റ് റോഡിൻ്റെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത്. അങ്ങനെ നമ്മൾ പൂലാനി മേലൂർ പോകുന്ന റൂട്ടിലേക്ക് നമുക്ക് കയറി. ഈ വഴിയാണ് നമുക്ക് എളുപ്പമായിട്ട് പോകാൻ പറ്റുന്ന വഴി. ഈ വഴിക്ക് കുറച്ച് വീതി കുറവുണ്ട്. ഹെവി വെഹിക്കിൾസ് ഒക്കെ പോകുന്നതാണ്. അല്പം വീതി കുറവുള്ളത് കൊണ്ട് നമ്മൾ ഇത്തിരി ശ്രദ്ധിച്ച് ഓടിക്കണമെന്ന് മാത്രം.
അങ്ങനെ നമ്മൾ വെട്ടുകടവ് പാലത്തിൽ എത്തിയിട്ടുണ്ട്. ചാലക്കുടി പുഴയെ ക്രോസ് ചെയ്ത് പോകുന്ന പാലമാണ് വെട്ടുകടവ് പാലം. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ആ റൂട്ടിലേക്ക് കയറാനായിട്ട്. ഈ വഴി നമ്മൾ സ്ട്രെയിറ്റ് തന്നെ പോവുക, ലെഫ്റ്റോ റൈറ്റോ തിരിയാനൊന്നുമില്ല. നേരെ സ്ട്രെയിറ്റ് തന്നെ ഒരു 2-3 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ മേലൂർ ജംഗ്ഷനിലേക്ക് എത്താണ്. ഈ ലെഫ്റ്റ് പോകുന്നത് പൂലാനിക്ക് പോകുന്ന വഴിയാണ്. പൂലാനി അതിരിപ്പള്ളി റൂട്ടൊക്കെ നമുക്ക് കയറാം. സ്ട്രെയിറ്റ് പോകുന്നത് നമുക്ക് മേലൂർക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ നമ്മൾ മേലൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ 3 വഴിയാണുള്ളത്. ലെഫ്റ്റ്, റൈറ്റ്, സ്ട്രെയിറ്റ്. റൈറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മുരുങ്ങൂർക്ക് തന്നെ പോകുന്ന വഴിയാണ്. വീണ്ടും നമ്മൾ ബ്ലോക്കിലേക്ക് തന്നെ എത്തും. നമുക്ക് പോകേണ്ടത് സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് തന്നെ നമ്മൾ പോവാം. ഈ വഴി അല്പം വളവും തിരിവൊക്കെ ഉള്ളത് കൊണ്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. അങ്ങനെ നമ്മളൊരു ടി ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ടീയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയുക. അല്പം മുന്നോട്ട് വരുമ്പോൾ വീണ്ടും റൈറ്റ് തിരിയുക.
നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത്. റൈറ്റ് പോകുന്നത് കൊരട്ടി ജംഗ്ഷനിലേക്കുള്ള വഴിയാണ്. ഇതാണ് കോനൂർ ജംഗ്ഷൻ. ഈ കോനൂർ ജംഗ്ഷൻ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ സ്ട്രെയിറ്റ് തന്നെ പോവുക. ഈ വഴി കോനൂരിൽ നിന്നും പെരുമ്പിലേക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ നമ്മൾ പെരുമ്പി റൂട്ടിൽ ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിയണം. സ്ട്രെയിറ്റ് പോകുന്ന നേരെ NH തന്നെ കയറുന്ന വഴിയാണ്. ഒരിക്കലും ആ വഴിക്ക് നമ്മൾ പോകരുത്. വീണ്ടും ബ്ലോക്കിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ എല്ലാവരും ലെഫ്റ്റ് തന്നെ തിരിഞ്ഞ് പോവുക. അങ്ങനെ നമ്മൾ ചിറങ്ങര തിരുമടിക്കുന്ന് പോകുന്ന റോഡിലേക്ക് കയറുകയാണ്. ലെഫ്റ്റ് പോവുകയാണെങ്കിൽ തിരുമടിക്കുന്ന് സൈഡിലേക്കും, റൈറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിറങ്ങര സൈഡിലേക്കും നമുക്ക് പോവാം. നമുക്ക് പോകേണ്ടത് ചിറങ്ങര സൈഡിലേക്കാണ്. നേരെ ചിറങ്ങര സൈഡിലേക്ക് നമുക്ക് എടുക്കാൻ മതി. അങ്ങനെ നമ്മൾ ഏകദേശം ചിറങ്ങര എത്താറായി. ചിറങ്ങരയിലേക്ക് നമുക്ക് ജംഗ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ചിറങ്ങര എത്തുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും നമ്മൾ ബ്ലോക്കിലേക്ക് തന്നെ പോകും. ഈ ലെഫ്റ്റ് തന്നെ എടുത്ത് സ്ട്രെയിറ്റ് പോവാം. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുക്കാം. ഇനി അല്പം കൂടി ഉള്ളൂ നമുക്ക് NHലേക്ക് കയറാനായിട്ട്.
അങ്ങനെ ലാസ്റ്റ് നമ്മൾ NH എത്തിയിരിക്കുകയാണ്. മുരുങ്ങൂരും കൊരട്ടിയും ചിറങ്ങരയിലും എല്ലാ ബ്ലോക്കുകളും നമ്മൾ കവർ ചെയ്ത് പൊങ്ങത്ത് വന്ന് കയറി നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും വണ്ടികൾ ഒരുപാട് തൃശ്ശൂർ സൈഡിലേക്ക് പോകുന്ന വണ്ടികൾ ഒരുപാട് ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത്. ഇതുപോലെ നമുക്ക് തൃശ്ശൂർ സൈഡിൽ നിന്ന് വരുമ്പോൾ ബ്ലോക്കിൽ പെടാണ്ട് നമുക്ക് കുറച്ച് വളഞ്ഞും തിരിഞ്ഞും വരണം എന്നേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ വഴിയിലേക്ക് കയറാൻ പറ്റും. എല്ലാവരും ഈ വഴി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്കിൽ കിടക്കേണ്ട ഒരു ആവശ്യമില്ല. വേഗം എറണാകുളം കോട്ടയം സൈഡിലേക്ക് നമുക്ക് വേഗം പോവാം. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ, താങ്ക് യു.